ഇതുപോലെ 5-8 നേരം ചോറ് തിന്നുന്ന ഒരു വർഗം ഭൂമിയിൽ വേറില്ല. ചോറിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കറിയും കഴിക്കും. ആണിനെ കൊണ്ട് കെട്ടിക്കണ പോലെയാണ് ചോറ് ഉരുളക്കിഴങ്ങും കൂടി കഴിക്കുന്നത്. അപ്പൊ നിങ്ങൾ കഴിക്കേണ്ട ആഹാരം കഴിക്കണം. പക്ഷെ അളവിൽ കൂടിയാൽ അത് ടോക്സി, വിഷമായിട്ട് മാറും. അധികമായാൽ അമൃതും വിഷം എന്നുള്ളത്, അമിതമായാൽ ചോറും വിഷം. ഇനി ചോറ് തന്നെ നിങ്ങൾ തവിട് കളഞ്ഞാണ് കഴിക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ടോക്സിക് ആണ്. മൈദയാണ് കഴിക്കുന്നതെങ്കിൽ ടോക്സിനാണ്. അപ്പൊ കാർബിൽ തന്നെ ഗ്രേഡ് കൂടിയ, ക്വാളിറ്റി കൂടിയ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് കൂടി ഉള്ളതുണ്ട്, പ്രോട്ടീൻ കൂടിയതുണ്ട്, ഗുണമേന്മ കൂടിയത്. റാഗി തുടങ്ങി മില്ലറ്റ്സ്, ചോറ് മാറി മാറി കഴിക്കണം. ഒരു ദിവസം ഒരു നേരെ ചോറ് നമ്മൾ കഴിക്കേണ്ട കാര്യമുള്ളൂ. അതിൽ കൂടുതൽ കഴിക്കുന്നതെല്ലാം ടോക്സിക്കാണ്, ശരീരത്തിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രമേഹം വരുമ്പോൾ നിങ്ങൾ ചോറ് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒക്കെ എത്രയോ വർഷത്തെ തെറ്റുകളിൽ സംഭവിക്കുന്നതാണ്. അപ്പം നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ശരീരത്തിന് പുതിയ പ്രോഡക്ട്സ്, പുതിയ സെൽസ്. അപ്പം എപ്പോഴാണോ നിങ്ങളുടെ കണ്ണിന് സൈറ്റ് കുറയുന്നത്, ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? കണ്ണിൻ്റെ കാഴ്ച കുറക്കുന്ന ഭക്ഷണപാനീയങ്ങളാണ് കുറേ കാലമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, കുറേ കാലമായി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? തിരുത്തണം. തിരുത്തിയാൽ അതിനതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. ക്ഷമയോടെ കാത്തിരിക്കണം. കാഴ്ച വീണ്ടും തരാൻ പറ്റിയ മരുന്ന് വല്ലതും ലോകത്തുണ്ടോ? അങ്ങനെ ഒരു മരുന്ന് ലോകത്തില്ല. നിങ്ങളുടെ കുറഞ്ഞ കാഴ്ച കൂട്ടിത്തരാനുള്ള ഒരു മരുന്നും ലോകത്തില്ല. വേണമെങ്കിൽ കണ്ണട വെക്കാം. അപ്പോൾ കണ്ണ് മോശമായിക്കൊണ്ടേയിരിക്കും, കണ്ണട കട്ടി കൂടിക്കൊണ്ടേയിരിക്കും. പോഷകം ശരിയാക്കണം, ശരീരം ശുദ്ധി ചെയ്യണം. അപ്പോൾ ഒരു കാര്യം കൂടെ, ഈ ഒരു ലൈൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എങ്ങനെയാണ് ക്വാളിറ്റിയുള്ള ഭക്ഷണത്തെ സമീപിക്കേണ്ടത്, എന്താണ് ക്വാളിറ്റിയുള്ള ഭക്ഷണം. ഏറ്റവും ഫ്രഷായി പ്രകൃതി തരുന്നതാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണം. പ്രകൃതി അല്ലാതെ, സസ്യങ്ങളല്ലാതെ മറ്റൊന്നും ആഹാരം ഉണ്ടാക്കുന്നില്ല. ആഹാരം പ്രൈമറി സോഴ്സ്, ഫുഡ് സോഴ്സ്, എനർജി സോഴ്സ് സസ്യങ്ങളാണ്, പ്ലാന്റ്സ് ആണ്. ആ പ്ലാന്റിനെ തിന്നിട്ടാണ് പശുവിനായാലും ആടിനായാലും മാംസം ഉണ്ടാവുന്നത്. അതുപോലെ മാംസം ഉണ്ടാക്കേണ്ട ഒരു ജീവിയാണ് മനുഷ്യൻ. ഏതെങ്കിലും ഒരു കടുവ പുലിയെ തിന്നാറുണ്ടോ? ഏതെങ്കിലും ഒരു പുലി സിംഹത്തെ തിന്നാറുണ്ടോ? സിംഹം പുലിയെ തിന്നോ, കടുവയെ തിന്നോ? നാട്ടിലെ പുലികൾ ചിലപ്പോൾ തിന്നും, നാടൻ പുലികൾ. കാട്ടിലെ യഥാർത്ഥ പുലി തിന്നുകയല്ല. അപ്പോ സസ്യാഹാരം നേരിട്ട് കഴിച്ച് പ്ലാന്റ് ബേസ്ഡ് ഫുഡിലേക്ക് വരണം. നോൺ വയലന്റ് ഫുഡ്, പ്ലാന്റ് ബേസ്ഡ് ഫുഡിലേക്ക് വരണം. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ് ശരീരത്തിന് വേണ്ടത്. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ്. കാട്ടിലെ ആനയെ നോക്ക്, അത് തിന്നുന്നതിന് വല്ല കണക്കുണ്ട്. അതാ തിന്നെ, കോഴിമുട്ട തിന്നുമോ? ഇത്രയും പ്രോട്ടീൻ വേണം, ഇത്രയും കാൽഷ്യം വേണം. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ കുറഞ്ഞു തുള്ളുകയാണ്. കാട്ടിലെ ആനയുടെ വയറ്റിൽ സസ്യാഹാരത്തെ പ്രോട്ടീനാക്കി മാറ്റുന്ന തരത്തിലുള്ള ബാക്ടീരിയകളുണ്ട്, മനുഷ്യനതില്ല. ഓരോ ജീവിക്കും ഓരോരോ സ്വഭാവങ്ങളുണ്ട്, ഓരോരോ രീതികളുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണ്? ചോറിൽ പ്രോട്ടീനുണ്ട്, വളരെ കുറവാണ്. തവിട് കളയാത്തതാണെങ്കിലേ ഉള്ളൂ. പരിപ്പും നമ്മുടെ കാർന്നുമാർ ചെറുപയർ കറിയും ചോറും, പുട്ടും ചെറുപയർ കറിയും കഴിച്ചു. അവർക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ, അത്യാവശ്യത്തിനുള്ളത് കിട്ടും. അവർ നന്നായിട്ട് പണിയെടുക്കും. ഈ പ്രോട്ടീൻ അനുസരിച്ചൊക്കെ ഭക്ഷണം കഴിച്ചവർക്കാണോ ആരോഗ്യമുള്ളത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന ചാർട്ട് അനുസരിച്ച് പ്രോട്ടീൻ, ഫാറ്റ്, മുട്ട, പാല്, ഇറച്ചിയൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. അമേരിക്കയിലെ സായിപ്പും അങ്ങനെയാണ്. സായിപ്പ് ആരോഗ്യത്തിൽ ജീവിക്കണുണ്ടോ? ഇത്രയും രോഗിയായ ഒരു വർഗം അമേരിക്കക്കാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്താ അത്? നമ്മുടെ ആദിവാസികൾ, അവര് വേട്ടയാടി, വല്ലപ്പോഴും വേട്ടയാടി ഒരു മൃഗത്തെ കിട്ടിയെന്ന് വരും. എല്ലാ ദിവസവും അവർ വേട്ടയാടി മൃഗങ്ങളെ കൊന്നിരുന്നെങ്കിൽ കാട്ടിൽ പിന്നെ മൃഗങ്ങൾ ബാക്കി ഉണ്ടാവില്ല. പച്ചയ്ക്കാ തിന്നുക.
കൂടുതലും കാട്ടുകിഴങ്ങും തേനുമായിരുന്നു അവരുടെ ഭക്ഷണം. പിന്നെ ഇലക്കറികൾ ധാരാളം കഴിക്കുമായിരുന്നു. എന്നാലും പൊതുവെ മനുഷ്യന്റെ ഉൽപ്പത്തിയിൽ അനേകായിരം വർഷങ്ങൾ ഒരു കല്ല് പോലും ആയുധമായിട്ട് ഉപയോഗിക്കാൻ അവൻ അറിയില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാവും മൃഗങ്ങളെ വേട്ടയാടിയിരുന്നത്? നടക്കില്ല. സസ്യാഹാരം, പഴങ്ങളായിരുന്നു. കാരണം മനുഷ്യന്റെ പ്രകൃതി പറിച്ചു തിന്നാനും പെറുക്കി തിന്നാനുമാണ്. ഒരു ജീവിയെയും കൊന്നു തിന്നാൻ അവന് കഴിയില്ല. ഞാൻ നിങ്ങൾക്കൊരു ആടിനെ തരാം, കൊന്നു തിന്നോ? പുലി തിന്നണ പോലെ തിന്നണം കേട്ടോ. തിന്നോ? നടക്കൂല. മാംസാഹാരി ജീവികൾക്ക് ഓരോ ഭക്ഷണവും ഒരു യുദ്ധത്തിന് ശേഷമാണ്. ഇരയേക്കാൾ വേഗത്തിൽ ഓടണം, മൽപ്പിടുത്തത്തിലൂടെ ഇരയെ കീഴ്പ്പെടുത്തണം, കൊല്ലണം, കൊന്നു തിന്നണം. വളരെ ക്രൂവലായിട്ടുള്ള, നമുക്കത് നിങ്ങൾ തന്നെ ആടിനെ കൊന്നു തിന്നണമെങ്കിൽ നിങ്ങളിൽ എത്ര പേര് ആടിനെ കൊല്ലാൻ തയ്യാറാകും? എത്ര പേര് ആടിനെ കൊന്നിട്ട് തിന്നത്? ആരോ കൊന്നതിൻ്റെ പേരിൽ ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവമൊന്നും വരാത്ത രീതിയിലാണ് അങ്ങോട്ട് നിന്നു പോകുന്നതാണ്. നമുക്ക് കഴിയില്ല. അത്രയും ഭീകരമാണ് ഒരു ജീവിയെ, അത്തരം ഒരു ജീവിയെ കൊല്ലുക എന്നുള്ളത്. അപ്പൊ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വയലൻസ് തിരിച്ചടിക്കാതിരിക്കുമോ? അതുകൊണ്ട് ഇതിന് പല തലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ആരോഗ്യത്തിൻ്റെ തലം മാത്രമാണ്. അതിൻ്റെ സോഷ്യൽ ഇമ്പാക്ട്സ് ഉണ്ട്, എൻവയോൺമെൻ്റൽ ഇമ്പാക്ട്സ് ഉണ്ട്. മാംസാഹാരം കഴിക്കുന്നതുകൊണ്ട് പ്രകൃതിക്കുണ്ടാകുന്ന ഭീകരമായ ദോഷങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ തിരിച്ചറിയണം. ആ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, അതിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തില്ല എങ്കിൽ നമ്മളെ കൊണ്ട് അവർ ജീവിക്കും. നമ്മുടെ സമ്പാദ്യം മുഴുവൻ അവർ പിടിച്ചു പറിക്കും. അപ്പം നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ പല വീടുകളുടെയും ആധാരം കോപ്പറേറ്റീവ് ബാങ്കിലാണ്. ഒരു അസുഖം വന്നപ്പോൾ കൊണ്ടുപോയി വെച്ചതാണ്. ഒരുവിധം സമ്പന്നമായി കഴിഞ്ഞിരുന്ന എത്രയോ വീടുകളാണ് ഒരാൾക്ക് വീട്ടിൽ ക്യാൻസർ വന്നു, പാപ്പരായി, കടം കയറി, ഒരു അംഗത്തിൻ്റെ കിഡ്നിക്ക് കേടുവന്നു, ചികിത്സയ്ക്ക് നടന്നു, ട്രാൻസ്പ്ലാന്റ് ചെയ്തു, പാപ്പരായി, കരളിന് കേടുവന്നു, ചികിത്സിച്ച് മുടിഞ്ഞു. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. കേരളത്തിലെ ഓരോ ജംഗ്ഷനിലും 2-3 ഫ്ലെക്സ് ഇരിക്കുകയാണ്. കരൾ പോയ ആളുടെ സർജറിക്ക് വേണ്ടി ദാനം ചെയ്യുക. പാട്ടുപാടി പിരിക്കുന്നവരുണ്ട് കേരളത്തിൽ. വലിയ വലിയ ആശുപത്രികൾക്ക് സ്വന്തം പിരിവ് ഗ്രൂപ്പുകളുണ്ട്. ഫോട്ടോ കൊടുത്താൽ മതി. ഒരു ഭീകരമായ ബിസിനസ് നമ്മളുടെ ഇടയിൽ വളർന്നു വന്നിരിക്കുകയാണ്. അവയവങ്ങൾ മാറ്റിത്തരും. അതൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ടാണ് ആൾ കാണുന്നത്. ശാസ്ത്രം വളർന്നു, കരൾ മാറ്റാൻ കഴിയും, വൃക്ക മാറ്റാൻ കഴിയും, ഹൃദയം മാറ്റുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് 2 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഹൃദയം എത്തിക്കുന്നു. ആ ബ്ലോക്ക് ചെയ്തെടുത്ത് പല ആംബുലൻസൊക്കെ കുടുങ്ങിപ്പോയിട്ട് കുറേ പേര് മരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഹൃദയം മാറ്റി വെക്കുകയാണ്. വേണോ? മാറ്റി വെക്കണോ? ശാസ്ത്രത്തിൻ്റെ നേട്ടം നിങ്ങൾക്കും കിട്ടേണ്ടതല്ലേ? നിങ്ങളിൽ എത്ര പേർക്ക് ആഴ്ചയിൽ 2 ദിവസം ICUയിൽ കയറി കിടക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്? വികസനമല്ലേ, പുരോഗമനമല്ലേ? കുറച്ച് ദിവസം ഒന്ന് വെന്റിലേറ്ററിൽ കയറി കിടക്കാന്നേ, അല്ലെങ്കിൽ ഇത്രയും വലിയ ആശുപത്രി, 5 സ്റ്റാർ ആശുപത്രിയൊക്കെ വന്നിട്ട് ഒരു എക്സ്റേ പോലും എടുക്കാതെ നടക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺട്രി ജാതിയല്ലേ? വികസിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരു 10-15 സ്കാനിങ് ഒക്കെ എടുത്ത് മാസത്തിൽ 2 ദിവസം ICUയിലൊക്കെ കയറി കിടക്കുന്നവർ വളരെ വികസിച്ചവരാണ്, പുരോഗമിച്ചവരാണ്, ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. കരൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ട, നിങ്ങൾ ഭയങ്കര പുരോഗതിയിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ആശുപത്രിക്ക് വേണ്ടപ്പെട്ടവരാണ്, ഡോക്ടർമാർക്ക് പ്രിയപ്പെട്ടവരാണ്, മരുന്ന് കമ്പനികൾക്ക് പ്രിയങ്കരരാണ്. വേണോ? ഞങ്ങളുടെ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണേ. അല്ലേ? വല്ലാതെ നിവൃത്തിയുണ്ടെങ്കിൽ എന്നെ ആ ഗതികേടിപ്പെടുത്തല്ലേ, ആശുപത്രിയുടെ ഉള്ളിൽ കയറാനുള്ള ദുര്യോഗം എനിക്ക് ഉണ്ടാക്കരുതെന്ന് പ്രാർത്ഥിക്കുക.
അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും എങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻ പാലിച്ചാൽ മതി, ഒരു അച്ചടക്കം പാലിച്ചാൽ മതി.